പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹൽവയാണ്. ഹൽവ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലേക്ക് അലുവ എന്ന് പറയും. നമ്മൾ മോഡലായിട്ടൊക്കെ പറയുമ്പോൾ ഹൽവ എന്നൊക്കെ പറയും. അതിന് കുറച്ച് കോൺഫ്ലവർ വേണം. കുറച്ച് കൂടുതലുണ്ടാക്കിയ പിള്ളേരൊക്കെ കഴിക്കുന്ന സാധനമാണ്. നല്ല മധുരമൊക്കെ ഉണ്ടെങ്കിൽ നല്ല പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കഴിക്കും. അതുകൊണ്ട് നമ്മൾ ശകലം കൂടുതൽ തന്നെ ഉണ്ടാക്കണം. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിനെ കട്ടയില്ലാതെ നമ്മൾ അതിനെ ചേർത്തെടുക്കണം. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെള്ളമൊക്കെ കുറേശ്ശെ ഒഴിച്ചാൽ മതി. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് അതിനെ അങ്ങോട്ട് എടുക്കണം. എങ്കിൽ അത് നല്ല കിടുക്കാച്ചിയായിരിക്കും. അടുത്ത് നമ്മൾ സ്റ്റൗ കത്തിച്ചൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിനുശേഷം കുറച്ച് വെള്ളം അതിലങ്ങ് ഒഴിച്ചു കൊടുക്കണം. കുറച്ച് മതി, കൂടിയൊന്നും പോണ്ട. കുറച്ച് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര അങ്ങിട്ട് കൊടുക്കണം. മധുരത്തിന് ആവശ്യം മതി. ഒരുപാട് മധുരമായാലും ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അതൊരു വിഷയമാവും, കഴിക്കാനും പറ്റില്ല, ചാജുവാകും. അതിനെ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് ശകലം ഏലക്ക അതിലേക്ക് ഇടണം. ഏലക്ക ഒന്ന് ഞരടി അങ്ങ് ഇട്ട് കൊടുത്താൽ അതൊരു മണം കിട്ടും. വെള്ളം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ ശകലം ഒരു കളർ ഇട്ട് കൊടുക്കണം. അലുവയൊക്കെ എന്ന് പറയുമ്പം നല്ല ഒരു കളറൊക്കെ ഉണ്ടായിരുന്നാലേ നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ടാവും. അതിന് അടിപൊളിയായിട്ട് ശകലം കളർ ഇട്ടാൽ മതി. നമ്മൾ ചേർത്ത എല്ലാം നല്ല തിളച്ച് വന്നിട്ടുണ്ട്. അതിൽ നേരത്തെ കലക്കി വെച്ചിരുന്ന കോൺഫ്ലവർ നമ്മളതിൽ ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ എല്ലാം അതിലങ്ങ് ചേർത്ത് നല്ല ഭംഗിയായിട്ട് നല്ല കലക്കി ഒന്ന് എടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് നല്ല ഇളക്കി കൊടുക്കണം. എന്നിട്ട് കുറേശ്ശെ നെയ്യും കൂടി അതിൽ നമ്മളങ്ങ് ചേർത്ത് കൊടുക്കണം. നെയ്യ് കൂടി ചേർക്കുമ്പോൾ നല്ല ഒരു മണമൊക്കെ ഉണ്ടാവും. നല്ല ടേസ്റ്റും ആയിരിക്കും കഴിക്കാനൊക്കെ. നെയ്യ് കുറേശ്ശെ ചേർത്താൽ മതി. എല്ലാം കൂടി ഒരുമിച്ച് ചേർത്ത് ഒഴിക്കണ്ട. കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും നല്ല ഭംഗിയൊക്കെ ആയിരിക്കും. പാനിൽ നിന്ന് വിട്ട് വരുന്നത് വരെ നമ്മൾ ഇളക്കണം. നല്ല കുറുകുറാന്നാവണം, എങ്കിലേ അലുവയാകുമോ. അത് അല്ലാതെ വെള്ളം പോലെ ആയിപ്പോവല്ലേ. ഹൽവയൊക്കെ തയ്യാറായി. ഇനി നമ്മൾ പാത്രത്തിൽ നല്ല നെയ്യൊക്കെ തടവി വെച്ച് അതിലൊന്ന് ഇതിനെ അങ്ങ് ഒഴിച്ചു കൊടുക്കണം. എല്ലാം നല്ല കളറൊക്കെ കണ്ട് നല്ല ഭംഗിയുണ്ട്. ആ കളറൊക്കെ വന്നാലേ ഇതിൽ കൊള്ളാവും. എല്ലാം അരിച്ചങ്ങോട്ട് ഒഴിച്ച് ഒരു പാത്രത്തിന് രണ്ട് തട്ടൊക്കെ തട്ടി വയ്ക്കണം. എല്ലാം നിരപ്പാക്കിക്കണ്ടേ. ഒരു കരണ്ടി ഉണ്ടായിരുന്നെങ്കിൽ തേച്ച് പിടിപ്പിക്കായിരുന്നു. അത് തന്നെ, അങ്ങനെ തന്നെ വേണം. നല്ല കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ്. ഇത് നല്ല തണുത്തതിന് ശേഷം ഇതിനെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യണം നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് രീതിയിൽ വേണമെങ്കിലും ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അങ്ങ് കഴിച്ചു തുടങ്ങാം. നല്ല ഭംഗിയൊക്കെയാണ്, നല്ല ടേസ്റ്റൊക്കെ ആയിരുന്നു. വളരെ കൊള്ളാം. അല്ല കണ്ടില്ലേ, ഇതുപോലെയൊക്കെ കട്ട് ചെയ്തെടുത്താൽ ചെറിയ ചെറിയ പീസുകളാണെങ്കിൽ പിള്ളേർ കപ്പൽ ലീവ് ഇറക്കി തിന്നും പോലെ തിന്ന് തീർത്ത് തരും. ഞാൻ കഴിക്കുന്ന വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രം തന്നെയാണുള്ളത്. അപ്പം അക്കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും